ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പഴയ ഒരു ഡെസ്ക് ടോപ്പ് കലണ്ടറിൻ്റെ ബോർഡാണ്. നമുക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ ബോർഡിലൊക്കെ ഇതുപോലെ ചെയ്യാം. നമ്മളിവിടെ വൈറ്റ് പേപ്പറിൽ ഒരു പ്രാവിൻ്റെ ഇമേജ് വരച്ചെടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ നിന്നും ഈ ഒരു ഇമേജ് എടുത്ത് അതിൽ നോക്കി വരച്ചിട്ടുള്ളതാണിത്. നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു തൂവലിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗമൊന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതെല്ലാം നമ്മൾ ഇനി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് വൈറ്റ് പേപ്പർ വേണം. അപ്പോൾ ഇതാ നമ്മൾ ആ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിത് പ്രാവിൻ്റെ ആ ഒരു വാലിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ആ വാലിൻ്റെ ഭാഗത്ത് വരുന്ന തൂവലുകളാക്കി ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ചിറകിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. നമ്മളിതാ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ ചിറകിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വാൽഭാഗത്ത് നമ്മൾ ചെറിയ പീസ് ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ ഈ ഒരു ചിറകിൻ്റെ ഭാഗത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിറകും കൂടെ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഉപയോഗിച്ച് മന്ദാരപ്പൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് കൂടെ ഒട്ടിച്ചെടുക്കാനുണ്ട്. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാവിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രാവിൻ്റെ ആ ഒരു ചുണ്ടിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായി പോയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ചെറുതാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാവിൻ്റെ കാലുകൾ ഒട്ടിച്ചെടുക്കണം. അതും നമ്മൾ ഈ ഒരു പേപ്പർ കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാവിൻ്റെ കണ്ണ് ഒന്നും കൂടി ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വള്ളികളൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്രീൻ കളർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് ഈ ഒരു പെൻസിലിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കൊരു വള്ളിയാക്കി ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വള്ളികളിൽ ഇലകൾ ഒട്ടിച്ചെടുക്കണം. നമ്മളതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് അതും കൂടെ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലും താഴെയും കൂടെ ഇലകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു പേപ്പർ എടുത്തിട്ടുള്ളത് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഒരു കുഞ്ഞു ഫ്ലവർ കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് തൊട്ടടുത്തുള്ള ഇതളിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ കുറച്ച് ഫ്ലവറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്കെച്ച് പേന ഉപയോഗിച്ച് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്കെച്ച് പേന ഉപയോഗിച്ച് തന്നെ നമുക്ക് ആ ഇലകൾക്ക് വെയിൻസും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.